नमस्कार बच्चों, आज के इस वीडियो में हम चर्चा करेंगे नागार्जुन द्वारा जो लिखित कविത അകാൽ और उसके बाद। ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ അകാൽ और उसके बाद എന്ന കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് നാഗാർജുൻ എന്ന കവിയാണ്. മൂന്നാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ മനോഹരമായ ഒരു പിക്ചർ കാണാം. ഈ ചിത്രത്തിൽ അനേകം ജീവജാലങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതും കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് രണ്ട് വരികൾ കാണാം. നമുക്കതൊന്ന് നോക്കാം. ഹരേക് സഭി കെ ലിയേ സബ് ഹരേക് കെ ലിയേ സുനേ പ്രകൃതി കി പുക്കാർ. ഹരേക് സഭി കെ ലിയേ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, സബ് ഹരേക് കെ ലിയേ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, സുനേ കേൾക്കൂ, പ്രകൃതി കി പുക്കാർ പ്രകൃതിയുടെ വിളി. അതായത് ഈ ഭൂമിയിൽ ആർക്കും സ്വന്തമായി ഒരു നിലനിൽപ്പില്ല. പ്രകൃതിയിലെ എല്ലാം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മെസ്സേജ് തരുന്ന യൂണിറ്റാണിത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അകാൽ और उसके बाद എന്ന ഈ കവിത. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കവിത എഴുതിയിരിക്കുന്ന കവിയെ പരിചയപ്പെടാം. നാഗാർജുൻ, ജന്മ 30 ജൂൺ 1911 ബിഹാർ. നാഗാർജുൻ എന്ന കവി ജനിച്ചത് 1911 ജൂൺ 30 ബിഹാറിലാണ്. മൃത്യു 5 നവംബർ 1998. അദ്ദേഹത്തിൻ്റെ മരണം നവംബർ 5 1998. ആപ് ഹിന്ദിക്ക് പ്രഗതിശീൽ സാഹിത്യകാർ ഹെ. അദ്ദേഹം ഹിന്ദിയിലെ പ്രഗതിശീൽ എന്ന് പറഞ്ഞാൽ പുരോഗമനവാദിയായ സാഹിത്യകാരനാണ്. ആപ്നെ ഹിന്ദി കെ അലാവ മൈഥിലി, സംസ്കൃത് और ബംഗള में भी രചനായേं की है. അദ്ദേഹം ഹിന്ദി ഭാഷ കൂടാതെ മൈഥിലി, സംസ്കൃതം, ബംഗള എന്നീ ഭാഷകളിലും രചനകൾ എഴുതിയിട്ടുണ്ട്. ലോക് ജീവൻ, പ്രകൃതി और സമകാലീൻ രാജനീതി ആപ്കി രചനാओं के മുഖ്യ വിഷയ രഹേ ഹെ. ജനജീവിതം, പ്രകൃതി, സമകാലീന രാഷ്ട്രീയം എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളുടെ മുഖ്യ വിഷയം ആയിരുന്നു. യുഗധാര, പ്യാസി പഥരായി ആംഖേം, സത്രംഗി പംഖോं വാലി, താലാബ് കി മച്ചലിയാം ആദി ആപ്കി പ്രമുഖ കാവ്യകൃതിയാം ഹെ. യുഗധാര, പ്യാസി പഥരായി ആംഖേം, സത്രംഗി പംഖോं വാലി, താലാബ് കി മച്ചലിയാം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രമുഖ കാവ്യകൃതികളാണ്. ഇനി നമുക്ക് കവിത നോക്കാം. അകാൽ और उसके बाद. അകാൽ മാനെ ക്യാ ഹേ? അകാൽ എന്നാൽ എന്താണ്? അകാൽ എന്നാൽ ക്ഷാമം എന്നാണ് അർത്ഥം. അകാൽ और उसके बाद ക്ഷാമകാലവും അതിനുശേഷവും. ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം. ഈ കവിതയിലൂടെ ക്ഷാമകാലത്തിൻ്റെ ചിത്രവും और उसके बाद എന്നാൽ ക്ഷാമകാലത്തിന് ശേഷവും, ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി കവിത നമുക്കൊന്ന് വായിക്കാം. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त, दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने खुचलाई पांखें कई दिनों के बाद. ഈ ദിനോं तक चूल्हा रोया, കുറേ ദിവസങ്ങളായി അടുപ്പ് കരയുകയാണ്. ചക്കി രഹി ഉദാസ്, ആട്ടുകല്ലും വളരെ ഉദാസീനനായി ഇരിക്കുകയാണ്. കൈ ദിനോं तक കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കുറേ ദിവസങ്ങളായി ഒറ്റക്കണ്ണുള്ള നായ ഉറങ്ങുകയാണ്. ഉൻകെ പാസ് അവയുടെ അടുത്ത്, അതായത് അടുപ്പിൻ്റെയും ആട്ടുകല്ലിൻ്റെയും അടുത്ത് ഭക്ഷണം കിട്ടാതെ ഉറങ്ങുകയാണ് ഒറ്റക്കണ്ണുള്ള നായ. കൈ ദിനോं तक ലഗി ഭീത് പർ छिपकलियों की गश्त, കുറേ ദിവസങ്ങളായി ലഗി ഭീത് പർ ഭിത്തിയിൽ കാണപ്പെടുന്നു. छिपकलियों की गश्त പല്ലികളുടെ റോന്തു ചുറ്റൽ. കൈ ദിനോं तक चूहों की भी हालत रही शिकस्त,
കുറേ ദിവസങ്ങളായി എലികളുടെ അവസ്ഥയും രഹി ഷിക്കസ്ത് വളരെയധികം ദയനീയമാണ്. യഹാ കവി അകാൽ കി ദയനീയ സ്ഥിതി കാ വർണ്ണൻ കർത്തേ ഹേ. ഇവിടെ കവി ക്ഷാമകാലത്തെ ദയനീയ സ്ഥിതിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. വേ കഹത്തെ ഹേ കി കൈ ദിനോം സെ വഹാം അകാൽ പടാ ഥ. കവി പറയുകയാണ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ക്ഷാമമാണ്. അകാൽ കെ ദിനോ മേ ഘർ മേ കോയി ഭി ഖാദ്യ പദാർത്ഥ നഹീം ഥ. ദിവസങ്ങളായി ക്ഷാമം കാരണം ആ വീട്ടിൽ ഒരു ഭക്ഷ്യവസ്തുക്കളും ഇല്ലായിരുന്നു. ഘർ മേ ഭോജൻ നഹീം ബനായാ ഥ. വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. കൈ ദിനോം സെ ഘർ കാ ചൂല നഹീം ജലായാ ഥ. അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി ആ വീട്ടിലെ അടുപ്പ് കത്തിക്കുന്നില്ല. ഇസ്ലിയെ ചൂൽഹ രോത്ത രഹാ ഥ ഔർ ചക്കി ഭി ഉദാസ് പഡി ഥി. അതുകൊണ്ടാണ് അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതും ആട്ടുകല്ല് ദുഃഖിതയായിരിക്കുന്നതും. ചൂൽഹ ഔർ ചക്കി കെ പാസ് ഘർ കി കാനി കുത്തിയ കൈ ദിനോം സെ സോത്തി രഹി ഥി. കുറേ ദിവസങ്ങളായി അടുപ്പിനും ആട്ടുകല്ലിനും അടുത്തായി വീട്ടിലെ ഒറ്റക്കണ്ണിപ്പട്ടി ഭക്ഷണമൊന്നും കിട്ടാനില്ലാതെ കിടന്നുറങ്ങുകയാണ്. ഘർ കി ദീവാരോം പർ ചിപ് കലിയാം ഘൂം രഹി ഥി. വീട്ടിലെ ഭിത്തിയിലൂടെ പല്ലികൾ ഭക്ഷണമന്വേഷിച്ച് റോന്തു ചുറ്റുന്നുണ്ട്. വീട്ടിൽ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവ കഴിക്കാൻ ചെറിയ പ്രാണികൾ എത്താറുള്ളൂ. ഈ ചെറു പ്രാണികളെയാണ് പല്ലികൾ സാധാരണയായി ഭക്ഷണമാക്കാറുള്ളത്. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പ്രാണികൾ എത്തുന്നില്ല. അതുകൊണ്ട് പട്ടിണി കൊണ്ടാണ് പല്ലികൾ ഭിത്തിയിലൂടെ റോന്തു ചുറ്റുന്നത്. ചൂഹോं को खाने के लिए कुछ नहीं मिला था इसलिए उनकी हालत भी दयनीय थी. അതേപോലെ തന്നെ എലികളും ഭക്ഷ്യാവശിഷ്ടങ്ങളും ധാന്യങ്ങളുമൊക്കെയാണ് കഴിക്കുന്നത്. അവയൊന്നും വീട്ടിലില്ലാത്തതിനാൽ എലികളുടെ അവസ്ഥയും വളരെയധികം ദയനീയമാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. ദാനെ ആയേ ധാന്യം എത്തി, ഘർ കെ അന്തർ വീട്ടിനുള്ളിൽ, കൈ ദിനോं के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം, ധുവാം ഉഡ പുക ഉയർന്നു, ആംഗൻ സെ ഊപ്പർ മുറ്റത്തിന് മുകളിലേക്ക്, കൈ ദിനോं के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം, ചമക് ഉടി പ്രകാശം പരന്നു, ഘർ ഭർ കി ആംഖേം വീട്ടിലുള്ളവരുടെ കണ്ണുകളിൽ, കൈ ദിനോं के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം, കൗവേനെ കാക്കകൾ, ഖുജലായി പാംഖേം ചിറകുകൾ ചൊറിഞ്ഞു, കൈ ദിനോं के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം. यहाँ कवि अकाल के बाद का वर्णन करते हैं. कवि कहते हैं, अकाल का समय बीत गया, संतोष के दिन आए, कई दिनों के बाद घर में धान्य आए, कई दिनों के बाद घर के ऊपर धुआं उड़ा, घर वालों की आंखें कई दिनों के बाद चमक उठी, खुशी में कौवे ने भी अपनी पंखें खुजलाई, अकाल के समय की दुखपूर्ण हालत बदल गई. അവസാനത്തെ 4 വരികളിൽ ക്ഷാമകാലത്തിന് ശേഷമുള്ള സമയത്തെക്കുറിച്ചാണ് കവി വർണ്ണിക്കുന്നത്. കവി പറയുകയാണ്, ക്ഷാമകാലം കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വന്നു. ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ വന്നു. ദിവസങ്ങൾക്ക് ശേഷം വീടിന് മുകളിൽ പുക ഉയർന്നു. അതായത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. വീട്ടുകാരുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. കാക്കകൾ സന്തോഷത്താൽ ചിറകുകൾ കൊത്തിയൊതുക്കാൻ തുടങ്ങി. ക്ഷാമകാലത്തിലെ ദുരിതപൂർണമായ അവസ്ഥ മാറി സന്തോഷം തിരികെ വന്നു. ഈ കൊച്ചു കവിതയിൽ ആദ്യത്തെ 4 വരികളിൽ ക്ഷാമകാലത്തെ ദയനീയാവസ്ഥയുടെ ചിത്രവും അവസാനത്തെ 4 വരികളിൽ ക്ഷാമകാലത്തിന് ശേഷമുള്ള ചിത്രവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കവിത എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. പല പ്രാവശ്യം ഈ കവിത അർത്ഥം മനസ്സിലാക്കി വായിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ധന്യവാദം.